പശ്ചിമേഷ്യയിൽ വെടിയൊച്ചകൾ നിലയ്ക്കുന്നില്ല. ടെഹ്റാന് തൊട്ടടുത്ത സൈനിക കേന്ദ്രം ഇസ്രായേൽ ആക്രമിച്ചു. യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്രത്തിലാണ് ആക്രമണം നടത്തിയത്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഇസ്രായേൽ ഇറാനെതിരായ ആക്രമണം ശക്തമാക്കുകയാണ്. വീണ്ടും സൈനിക കേന്ദ്രം, ഇറാന്റെ സൈനിക കേന്ദ്രം തന്നെ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. പശ്ചിമേഷ്യയിൽ വെടിയൊച്ചകൾ നിലയ്ക്കുന്നില്ല. ടെഹ്റാന് തൊട്ടടുത്ത സൈനിക കേന്ദ്രം ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നു. യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്രത്തിലാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഇസ്രായേൽ ഇറാനെതിരായ ആക്രമണം കടുപ്പിക്കുകയാണല്ലോ. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും വിനോദ്, ഇറാനെതിരായ ആക്രമണം തുടരുകയാണ്. ഇസ്രായേൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടെഹ്റാനടുത്തുള്ള ഒരു യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു കേന്ദ്രത്തിലേക്ക് ലക്ഷ്യം വെച്ച് ശക്തമായ ഒരു ആക്രമണം നടന്നു എന്ന വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടരുമെന്ന സൂചന ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇറാനെതിരായ ശക്തമായ സൈനിക നീക്കം നടത്തേണ്ടത് തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അനിവാര്യമാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ. അത്തരത്തിലുള്ള നടപടികൾ തുടരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലാകെ നടന്ന ആക്രമണത്തിൽ ഈ സൈനിക കേന്ദ്രത്തിലെ ഈ അനുബന്ധ സംവിധാനങ്ങൾ, ആണവ കേന്ദ്രങ്ങൾക്ക് ആവശ്യമായ യന്ത്രവിഭാഗങ്ങളും അത് അനുബന്ധമായ സംവിധാനങ്ങളും നിർമ്മിക്കുന്ന ഒരു പ്രദേശമായിരുന്നു. ആ പ്രദേശത്തെ സൈനിക പോസ്റ്റുകളിലും അതിന്റെ ഫാക്ടറികൾ പോലെ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളിലുമാണ് ആക്രമണം നടന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, ശക്തമായ ആക്രമണം ഇനിയും തുടരുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു അറിയിക്കുന്നുണ്ട്. ലക്ഷ്യത്തിനടുത്ത് ഏറെ എത്തിയെങ്കിൽ കൂടി വലിയൊരു നശീകരണ യുദ്ധത്തിലേക്ക് ഇല്ല എന്നും ഇസ്രായേൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണം, ഇറാനെതിരായ ആക്രമണം ശക്തമായി തുടരുമ്പോഴും വലിയൊരു നാശത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ആക്രമണത്തിന് ഉണ്ടാകില്ല എന്നൊരു ഒരു തിരിച്ചറിവോടുകൂടിയുള്ള ഒരു നീക്കമാണ് നടത്തുന്നതെന്നും കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ തോതിൽ നാശനഷ്ടങ്ങൾ അമേരിക്ക തന്നെ ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും സൈനിക കേന്ദ്രങ്ങളിൽ പൂർണ്ണമായ ആണവ കേന്ദ്രങ്ങളിൽ നടന്ന ശക്തമായ ആക്രമണത്തിന്റെ പിന്നാലെ ഇനിയും ഏതെങ്കിലും രീതിയിൽ ഇറാൻ ആക്രമണത്തിന് അല്ലെങ്കിൽ ഇറാൻ ഇത്തരത്തിലുള്ള സൈനിക സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും ആണവ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുമെന്നും വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫോർഡോ ആണവ നിലയത്തിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനുള്ള നീക്കങ്ങൾ ഏതെങ്കിലും തരത്തിലുണ്ടായി അതിനെ ശക്തമായി ചെറുക്കുമെന്നും ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് പുറത്തേക്ക് വരുന്നുണ്ട്. അതെ, വ്യക്തമാണ്. ഇറാനെതിരായ ഇസ്രായേലിന്റെ ആക്രമണം ശക്തമാക്കുകയാണ്. ടെഹ്റാന് തൊട്ടടുത്ത സൈനിക കേന്ദ്രമാണ് കഴിഞ്ഞ രാത്രി ഇസ്രായേൽ ആക്രമിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്.